ബാലചന്ദ്രൻ മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അത് കണ്ടിട്ട് കൃഷ്ണയ്ക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട്. അച്ഛൻ എന്തിനാ കഴിച്ചത്, കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്തിനാ ഇത്രയും മദ്യപിച്ചിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട്. അലീന ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ മദ്യപിക്കുകയായിരുന്നോ, അലീന ചേച്ചി ഞാൻ വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മോള് പറയൊന്നും വേണ്ട, ഞാനിനി കഴിക്കില്ല, എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് ബാലചന്ദ്രനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട് കൃഷ്ണ. കയറാൻ നിൽക്കുമ്പോൾ വൈജയന്തി കാണുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു പുച്ഛഭാവത്തിലൊന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കയറിപ്പോകാൻ നിൽക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇങ്ങനെ മദ്യപിച്ചോണ്ട് നടന്നിട്ടാണ് ഒരിക്കൽ ICUവിൽ കയറേണ്ടി വന്നത്, ഇനിയിപ്പോൾ ICUവിലേക്കൊന്നും കയറേണ്ടി വരില്ല, ഒരേടി മുകളിലേക്ക് പോകേണ്ടി വരും ഇങ്ങനെ നടക്കണമെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീയും ഇതുപോലെ ICUവിൽ കിടന്നതല്ലേ, കാലും കൈയൊക്കെ ഒടിഞ്ഞിട്ട്, അപ്പം നമ്മൾ രണ്ടാളും ഒരേ അവസ്ഥയിൽ നിന്നിട്ടല്ലേ വന്നത്, അതുകൊണ്ട് നീ ഒരുപാട് ഡയലോഗൊന്നും അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. റൂമിൽ പോയിട്ട് കൃഷ്ണയോട് ഒരുപാട് വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതൊക്കെ സഹിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അലീനയെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിച്ചു, പക്ഷെ അറിയേണ്ട ആൾ മാത്രം അറിഞ്ഞില്ല. അത് എന്തിനാണ് അറിയാണ്ടിരിക്കേണ്ടത്, ആവശ്യം എന്താണ്, ആ ബോംബ് ഞാൻ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ അവധക്കുട്ടിച്ചായം വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട്, ഞാനും ഭക്ഷണം കഴിക്കുന്നില്ല, ഞാനും ഉപവാസം ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവളെപ്പോലെ നമുക്ക് ഉപവാസം ഇരിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കണ്ടേ ലാലിച്ച, നമ്മളും അവളുടെ മുന്നിൽ തോറ്റുപോകാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, അപ്പച്ചൻ ഇത് എന്തോ ഉദ്ദേശം വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, അപ്പച്ചൻ അലീനയുടെ ഭാഗത്താണ് നിൽക്കുന്നതെന്നൊക്കെ എനിക്കറിയാം, അപ്പച്ചൻ ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട, അങ്ങനെ പുനലൂർക്ക് പോകുന്നതായിരിക്കും നല്ലത്, അവിടെ ഒരുപാട് പണിയില്ലേ, അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് തൗതുക്കുട്ടിച്ചേനെ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് നീ പോകാമെന്ന് പറയുമ്പോഴേക്കും പോകാൻ വേണ്ടി നിൽക്കുകയല്ലേ, നീ എൻ്റെ മടിയിൽ ഇരുന്നിട്ടല്ലേ അപ്പിയിട്ടതും മൂത്രമൊഴിച്ചതും എല്ലാം ചെയ്തത്, നീ ഒരുപാട് എന്നെ പറഞ്ഞയക്കാൻ മാത്രം വളർന്നിട്ടൊന്നുമില്ല, ഞാനും ചിന്നമ്മയും ഒറ്റക്കെട്ടാണ്, ഞാനും ഉപവാസം ഇരിക്കുകയാണ്, നീ തോൽക്കാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാലിയുടെ അടുത്ത് വരെ ഡയലോഗൊക്കെ അടിച്ചിട്ട് അവധക്കുട്ടിച്ചായം പോകുന്നുണ്ട്. വൈജയന്തി വേലക്കാരി ലീവിന് പോയതുകൊണ്ട് അടുക്കള കയറി പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് മക്കളെ ചെന്ന് വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഒന്ന് വന്ന് സഹായിച്ചൂടെ, നിങ്ങൾക്ക് ഉരുട്ടി വിഴുങ്ങാനുള്ള ടൈം ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണോ അങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബബിത അത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് അടുക്കളയിൽ കയറരുതെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്തിനാ എങ്ങനെയൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്, നമുക്ക് നാണമൊന്നും ഇല്ലേ എങ്ങനെയൊന്നും പറയുമ്പോൾ, ഞാൻ 3-4 ദിവസമായില്ലേ, ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ, എന്നെ ഒന്ന് വന്ന് സഹായിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി വീണ്ടും പറയുന്നുണ്ട്. അത് കേട്ടിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, അമ്മ ഇങ്ങോട്ട് വന്ന ടൈമിൽ ഞങ്ങളായിരുന്നില്ലേ അടുക്കളയിൽ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിലായിരുന്നില്ലേ പോയിക്കൊണ്ടിരുന്നത്, അമ്മയായിട്ടല്ലേ അതെല്ലാം വേണ്ടാന്ന് വെച്ചത്, ഞങ്ങളുടെ അടുത്ത് അടുക്കളയിൽ കയറി ഒരു പണിയും ചെയ്യേണ്ടെന്ന് അമ്മയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഓരോ വാക്കുതർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.